മോനെ ഋഷി, ഈ ഇന്റർവ്യൂ നിനക്കുള്ളതാ. ഇതിൽ നീ എന്തായാലും സെലക്ട് ആകും. ദൈവമേ, സെറ്റാക്കി തരണേ. എന്തൊരു വെയിലാണ്. നടന്നു നടന്ന് മുട്ടും തയഞ്ഞ്. ഈ ചെരുപ്പ് ഒന്ന് മാറ്റണം. ആരാച്ചൊന്ന് ഇരിക്കാ തോന്നും. ഇന്ന് എവിടെയാ പോവാ? സുമേന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. ലതേന്റെ അടുത്ത് പോവാ തോന്നും. ആടെ ഇന്നലെ ആരോ വിരുന്നെല്ലാം വന്നിട്ടുണ്ടേ, തിന്നാനുണ്ടാവും. അതേതാ ചെക്കേ? മോനെ അടുക്ക് ചോയ്ക്കട്ട്. എന്നാ നീ ആ സോമന്റെ മോനല്ലേ? എല്ലാം നിന്റെ കളിയെന്നാ തിരിയാത്തേ? പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് കൊറേ ആയല്ല, പണിക്കൊന്നും പോകുന്നില്ലേ? എല്ലാം നിന്റെ അതേ വയസ്സല്ലേ ആ രാജന്റെ മോനും രവീന്റെ മോനും പവിത്രന്റെ മോനും അല്ലോ. രാജന്റെ മോനോ പണിയും കിട്ടി പെണ്ണ് കാണാൻ തുടങ്ങി. രവീന്റെ മോനോ പണിയും കിട്ടി പെണ്ണും കെട്ടി. മറ്റോനോ പണിയും കെട്ടി പെണ്ണും കെട്ടി ഒരു കുട്ടിയായി. നീ എന്നാ ഇങ്ങനെ നടക്കുന്നു? എപ്പാ നിന്റെ കല്യാണത്തിന്റെ ചോറൊന്ന് തിന്നാൻ പറ്റുവാ? അല്ല ചന്ദ്രി, നിങ്ങളെന്തെങ്ങനെ നിൽക്കുന്നേ? നിങ്ങൾ അതേ പ്രായമല്ലേ എൻ്റെ ജാനു അമ്മമ്മക്കും അപ്പത്തെ പാറു അമ്മമ്മ ദേവമ്മല്ലോ. ജാനു അമ്മമ്മ മരിച്ചിട്ട് 5 കൊല്ലായി അറിയാ. ദേവമ്മ മരിച്ചിട്ട് 2 കൊല്ലായി. പാറു അമ്മ മരിച്ചിട്ടോ ഇതാ ഈ കഴിഞ്ഞ ആഴ്ചത്തേക്ക് 1 കൊല്ലായി. എപ്പാന്ന് നിങ്ങളൊരു 16ന്റെ ചോറ് എനക്ക് തരുവാ? നീ പോടെ തണ്ടിച്ചക്ക, വെറുതെ ഒന്നല്ല നിനക്കൊന്നും ശരിയാത്തെ. അത് ഞാൻ സഹിച്ച്. ഇതാ എനക്ക് പ്രാന്ത് പിടിച്ചിട്ടുള്ളൂ, പോയിക്കോ. 16ന്റെ വകയല്ല ഞാൻ തന്നെ ഉണ്ടാക്കും. നീ ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ. ഓൻ ചോദിച്ചു